രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത പരാതി നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണത്തിൽ മുഖ്യമന്ത്രിയെ കാണുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ഇതാ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നു. ഇതുവരെ ഉണ്ടായിരുന്ന പരാതിയില്ലല്ലോ എന്നുള്ള കാര്യം അങ്ങ് മാറിക്കിട്ടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ്. എന്ത് തരത്തിലുള്ള നടപടിയിലേക്കായിരിക്കും, ഏത് വകുപ്പിലായിരിക്കും കടക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇനിയാണ് വ്യക്തത വരേണ്ടത്. പരാതി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ നടപടികളിലേക്ക് കടക്കും? രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഇറങ്ങിക്കളിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് വരെ തള്ളിപ്പറഞ്ഞിട്ടും കോൺഗ്രസ് വരെ നടപടിയെടുത്തിട്ടും അദ്ദേഹം ഫീൽഡിലിറങ്ങി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടുന്നത്, കോൺഗ്രസിന്റെ വേദികളിലെത്തുന്നത്, ധാർഷ്ട്യത്തോടെ പാർട്ടിയെ വരെ തള്ളിപ്പറഞ്ഞ് ധാർഷ്ട്യത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, ഇതിനെല്ലാം മറുപടി ഈ കേസിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി അത് കാണേണ്ടതാണ്. മുഖ്യമന്ത്രിക്കാണ് ഇപ്പോൾ അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ തുടക്കത്തിലെ തന്നെ ഇത്തരത്തിലൊരു ആരോപണം വന്നിരുന്നു. പക്ഷേ അന്നൊക്കെ ആവർത്തിച്ചു പറഞ്ഞിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളിൽ പലരും രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറയാത്ത പല നേതാക്കളും പറഞ്ഞിരുന്നത്, പ്രവർത്തകർ പറഞ്ഞിരുന്നത് പരാതിയില്ലല്ലോ എന്നുള്ളതാണ്. പരാതി ഇതാ മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നു, പരാതി നൽകിയിരിക്കുന്നു. എന്തു വകുപ്പിൽ കേസെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇനി അറിയണം. മുഖ്യമന്ത്രിക്ക് എന്തായാലും പരാതി നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ അതിജീവിത കണ്ട് പരാതി നേരിട്ട് നൽകി എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇനി എങ്ങനെയായിരിക്കും ആ പരാതി പരിഗണിക്കുക, ഏത് വകുപ്പിൽ എന്ത് കേസായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുക്കുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പരാതിയില്ലാത്തതുകൊണ്ട് മാത്രം ഇനി എന്തിനേയും നേരിടാൻ, അതായത് യാതൊരു തരത്തിലും താനൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴും ആവർത്തിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്ത് മറുപടി പറയും എന്നുള്ളതാണ് അറിയേണ്ടത്. പരാതിയില്ലല്ലോ, പരാതി എവിടെ എന്ന് ചോദിച്ച കോൺഗ്രസ് നേതാക്കളും ഇതിൽ മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. നേരിട്ട് അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗുരുതരമായ ആരോപണമായിരുന്നു ഉണ്ടായിരുന്നത്. നേരത്തെ ഉള്ളതുപോലെയല്ല, നേരത്തെ വന്നിരുന്ന ചാറ്റുകൾ പോലെയോ ഓഡിയോ പോലെയോ ആയിരുന്നില്ല അവസാനം വന്നിരുന്ന ആ ഓഡിയോയും അതിലെ മെസ്സേജുകളും. അത് വളരെ ഗുരുതരമായിരുന്നു. ഗർഭചിത്രത്തിന് വരെ ആ യുവതിയെ നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമാണ് കണ്ടത്. ആ യുവതിയോട്, അതിജീവിതയോട് വളരെ മോശമായി, അതും സഭ്യമല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്ന ജനപ്രതിനിധിയായ MLA ആയി ഇപ്പോഴും തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഡിയോയും മെസ്സേജുമായിരുന്നു അവസാനമായി പുറത്തു വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, ഇതുവരെ വാദിച്ചിരുന്നത് പരാതിയില്ലെന്നായിരുന്നു. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയെ പരാതി അറിയിച്ചിരിക്കുന്നു. അതിജീവിത നേരിട്ട് കണ്ടാണോ പരാതി നൽകിയിരിക്കുന്നത്? നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നേരിട്ട് പരാതി നൽകി എന്നാണ് വിവരം. എന്തായാലും പരാതി ലഭിച്ചു എന്ന വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു. പരാതി ലഭിച്ചു എന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്നു.